ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ആ സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയത്തെയാണ് പൊന്നുഗുരുവായൂരപ്പൻ്റെയും ഗുരുനാഥനായ ഭട്ടപാദരുടെയും അനുഗ്രഹം കൊണ്ട് നാരായണീയ മധുരമായി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ അക്ഷരോപാസനയുടെ 36-ാമത്തെ ദിവസമാണ്. ശ്രീമദ് നാരായണീയത്തിലെ 4-ാമത്തെ ദശകത്തിൽ 6-ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം, പിന്നീട് അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം, അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി ആ ശ്ലോകത്തിൻ്റെ മലയാള പരിഭാഷയായ ഭാഷാഗാനമായ ശ്രീഹരിയം വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ നതോന്നതവൃത്തത്തിൽ പാടി നമുക്ക് ഇന്ന് സമർപ്പിക്കാം. ധ്യായതാം സകളമൂർത്തിമീദൃശീമുന്മിഷൻ മധുരതാഹൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേവ ഭാസത്തെ. അയി ഈദൃശിം സകളമൂർത്തിം ധ്യായതാം. ഹേ ഭഗവൻ, അയി ഭഗവൻ, ഇപ്രകാരമുള്ള ഈദൃശ്യം സാവയവരൂപത്തെ ധ്യാനിക്കുക. സകളമൂർത്തിം ധ്യായതാം, ഇങ്ങനെ അവിടുത്തെ ഈ സകളഭാവത്തെ ധ്യാനിക്കുന്നവർ ഉന്മിഷൻ മധുരതാഹൃതാത്മനാം യോഗിനാം, അഭിവ്യക്തമായ മാധുര്യം, ആ മാധുര്യം കൊണ്ട് വശീകൃത ഹൃദയരായിരിക്കുന്ന
ആ ആളുകൾ, യോഗികൾ, അവര് സാന്ദ്രമോദരസരൂപം ആന്തരം തേ രൂപം ബ്രഹ്മ അവഭാസത്തെ. ആനന്ദഘനസ്വരൂപൻ, മനസ്സുകൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്ന ആ കാരുണ്യമൂർത്തി, അങ്ങനെയുള്ള അവിടുത്തെ രൂപമാകുന്ന ബ്രഹ്മം യോഗികൾക്ക് മനസ്സുകൊണ്ട് മാത്രം ആഗ്രഹിക്കാവുന്ന അവിടുത്തെ ആ രൂപം പ്രകാശിക്കണം. അപ്പൊ ശുദ്ധസത്വമായ സകല സ്വരൂപം തോന്നുമ്പോൾ അതിന് ഭിന്നമായ, തദഭിന്നമായ നിഷ്കള ബ്രഹ്മരൂപവും സവികൽപ്പ സമാധിയിൽ ഒരേപോലെ അവഭാസിക്കണവും മിന്നിത്തിളങ്ങുന്നു. കുണ്ടലവും സ്വർണവും ഒന്ന് തന്നെ എന്നതുപോലെ ആ സ്വർണം ഒരു രൂപത്തിലേക്ക് വരുമ്പോൾ അതിന് കുണ്ടലം എന്ന് പേര്. അത് കഴുത്തിലണിയുമ്പോൾ അത് മാലയായിട്ട് തീരുന്നു. അത് കാലിലണിയുമ്പോൾ അതിന് പാദസരം എന്ന് പേര്, അല്ലെങ്കിൽ ചിലമ്പ് എന്ന് പേര്. അരയിലാവുമ്പോൾ അത് അരഞ്ഞാണമായി തീരുന്നു. വിരലിലാവുമ്പോൾ മോതിരമാവുന്നു. സത്യത്തിൽ ഇതെന്താണ്? സത്യത്തിൽ സ്വർണമാണ്. ഇതേപോലെ ശുദ്ധസത്വമായിരിക്കുന്ന സകല രൂപം തോന്നുമ്പോൾ അതിന് തദഭിന്നമായി നിഷ്കള ബ്രഹ്മരൂപവും സത്യത്തിൽ ആ സമാധിയിൽ ഒരേപോലെ ആയിട്ട് തീരുന്നു എന്നാണ്. ആ ഭാഗം നമുക്ക് ഒരിക്കൽ കൂടി പാരായണം ചെയ്ത് ചൊല്ലി അതിനുശേഷം ശ്രീഹരിയം പാടി സമർപ്പിക്കാം. ധ്യായതാം സകളമൂർത്തിമീദൃശീമുന്മിഷൻ മധുരതാഹൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേവ ഭാസത്തെ. ബ്രഹ്മേതി പരമാത്മേതി, ഭഗവാൻ അല്ലേ, ബ്രഹ്മമെന്നും പരമാത്മാവുമെന്നും ഒക്കെ വിളിക്കുന്നത് ഒരേ ഒരു ചൈതന്യത്തെയാണ്. അത് പല രൂപത്തിൽ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ശ്രീഹരിയ പരിഭാഷ വജ്യപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി സമർപ്പിക്കാം. നാരായണ 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 രാധാ ഗോവിന്ദ. സകല കലകളെയും നിറച്ചൊരാച്ചിൽ സ്വരൂപം സകല നേരവും ഹൃദി ധ്യാനിച്ചിടുകിൽ. സകല ഭുവനനാഥനാകുന്നോര ബ്രഹ്മതത്വം സകലർക്കും അനുഭവവേദ്യമായിടും. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണീയമാകുന്ന ഭക്തിസാഗരത്തിൽ മുങ്ങി ശ്രീഹരിയമെന്ന കല്ലു തപ്പിയെടുത്തു. മുത്തും പവിഴവും പോലെ ഭക്തിപൂർവം ഞാനിക്കല്ലും മുരഹരി പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അടിയന്റെ വികൃതിയെ കൃതിയാക്കി മാറ്റുന്നോരാ വികൃതി തൻ വികൃതിക്കായി കാത്തിരിപ്പൂ ഞാൻ. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.